ഈ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉറപ്പെന്നും ജനം അത് തീരുമാനിച്ചതിന്റെ ആദ്യ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു ഭരണത്തിൽ ആ വിഭാഗത്തിലെ നേതാക്കൾ വരെ അസ്വസ്ഥരാണെന്നും അതിന്റെ ഉദാഹരണങ്ങളാണ് ജി സുധാകരൻ, ടി കെ ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാജേന്ദ്രൻ, മുകുന്ദൻ തുടങ്ങിയ എംഎൽഎമാർ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് ഈ മാസം 9-ന് വോട്ടിംഗ് മെഷീനിലൂടെ മറുപടി നൽകുമെന്നും നല്ല ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഖലീലുർ റഹ്മാൻ അധ്യക്ഷനായി. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH റഷീദ്, UDF നേതാക്കളായ C ഗോപപ്രതാപൻ, ഹാറൂൺ റഷീദ്, C മുസ്താഖ് അലി, RP ബഷീർ, ജലീൽ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷത്തിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ അവരെങ്ങനെയെല്ലാം നടപ്പാക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായിട്ട് ഗുരുവായൂരിലെ ഈ അനുഭവത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇടതുപക്ഷത്തിന് ഇപ്പം മേൽക്കൈയുള്ള മണ്ഡലങ്ങളിലൊക്കെ അവർ ഇത് തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. ജനങ്ങൾ അതിനൊക്കെ ഒരു മറുമരുന്ന് കണ്ടുപിടിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഗുരുവായൂരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ടേമുകളായി ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അവരാണ് ജയിച്ചു വരുന്നത്. പക്ഷെ ഇത്തവണ അവർ തോൽക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഗുരുവായൂരിൻ്റെ മൊത്തത്തിലുള്ള വികാരം.